അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇന്ത്യക്ക് അകത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളും ഇന്ത്യക്ക് അകത്തുള്ള ആളുകളും പരസ്പരം യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആഹാരം കിട്ടുകയില്ല. എവിടുന്ന് ആഹാരം കിട്ടാനാണ്? നമ്മളിപ്പോ യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആഹാരം വേണ്ടേ? ആഹാരത്തിനാണെങ്കിൽ ഇത്തരം ഹോട്ടലുകളിലും അങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഗ്യാസിലാണ്, എല്ലാം ഗ്യാസ് കുക്കിംഗ് ആണ് ഉള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. അല്ലാതെ ഇപ്പൊ വിറകടുപ്പും മറ്റുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളും ആ നിലവിലുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വയനാട്, മൂന്നാറ്, ഇടുക്കി, വയനാട് ജില്ലകളിലുമൊക്കെ വലിയ അതിനെ കാര്യമായിട്ട് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഹോട്ടൽസുകളിൽ നിന്നൊക്കെ ചില സൂചനകൾ വരുന്നുണ്ട്. അവർക്ക് നേരത്തെ തന്നെ ഡൊമസ്റ്റിക് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പാക്കേജുകളും ഒക്കെ ഉണ്ടായിരുന്നു, പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെ അതിന്റെ ഒരു സമയമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും കാര്യമായ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. കാരണം വെക്കേഷൻ ആകുന്ന സമയത്ത് വലിയ യാത്രയാണ്. നമ്മൾ ഇവിടെ ചെന്ന് ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര തിരക്കാണ്. കേരളത്തിൽ നിന്നുള്ളവർ പുറത്തേക്ക് പോകും, അതുപോലെ പുറത്തേക്കുള്ളവർ കേരളത്തിലേക്കും വരുന്നത്. വലിയ തിരക്കായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം എങ്ങനെ കണ്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആഹാരം കിട്ടിയില്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് കായൽ ടൂറിസം അവിടെ ആലപ്പുഴ ജില്ലയാണ് ഇക്കാര്യത്തില് ഒരുപാട് വള്ളങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നതാണ്. അവിടെ ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ ഇപ്പൊ ഏതാണ്ട് ഒരു 50%, ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം 50%-ഓളം ഹോട്ടലുകളും ആലപ്പുഴയിലെ പൂട്ടിയിരിക്കുകയാണ് ഈ ഗ്യാസിന്റെ പ്രശ്നം. ഈ പുരവഞ്ചിക്കകത്തിലും ഈ കായൽ ടൂറിസത്തിനകത്തിലെ പുരവഞ്ചിക്കകത്ത് ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകളാണ്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ചെയ്യാനൊക്കത്തുള്ളൂ. അവർക്ക് ഭക്ഷണവും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കായലിൽ രാത്രി പുരവഞ്ചിയിൽ തങ്ങുന്ന ആളുകൾക്ക് അവിടെ തന്നെയാണ്, അതിനകത്ത് തന്നെ ഭക്ഷണവും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. രണ്ടും കൂടെയാണ്. അപ്പൊ അങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനെയൊക്കെ എത്ര കണ്ട് ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ടൂറിസത്തിൽ ഇതുപോലെയാണ്. ആയുർവേദ ചികിത്സയ്ക്ക് കേരളമാണല്ലോ അതിന്റെ ഒരു തനത് ചികിത്സ രീതികൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതും. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വീകാര്യതയാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വീകാര്യതയാണ് നമ്മുടെ ആയുർവേദ മേഖലയ്ക്കുള്ളതെന്ന് പറയുന്നത്. ധാരാളം വിദേശികൾ വരുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ വലിയ റിസോർട്ട് പോലത്തെ ആയുർവേദ ചികിത്സാലയങ്ങൾ, കോവളം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ വലിയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അത് മലബാറിലും ഉണ്ട് അത്തരം കേന്ദ്രങ്ങളൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.